ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 22 വീഡിയോയുമായിട്ടാണ്. സോ കഴിഞ്ഞ 21 വീഡിയോസ് വളരെ സക്സസ്ഫുള്ളായിട്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യുകയാണല്ലേ. യെസ്, പാർട്ട് 22 ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 നടന്നിട്ടുള്ള ഒരു ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ സിലബസ് അല്ലേ, അതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. സിലബസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, അതേപോലെ സേഫ്റ്റി പ്രാക്ടീസ്, ദെൻ ടൂൾസ്, അതൊക്കെ ആ ഒരു സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പുതിയ എക്സാമിൻ്റെ സിലബസിൽ അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമുക്കെന്ത് ചെയ്യാം, ഒറിജിനൽ സിലബസ് വരുമല്ലോ, ഏതായാലും എക്സാം കലണ്ടർ വരുന്ന സമയത്ത് വരുമല്ലോ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നാലും നിങ്ങളെന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും. സോ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. സോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ, നോട്ട് ടുമോറോ. അതായത് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് ഇന്ന് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ്, അല്ലാതെ നാളെ അല്ല. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന് ചെയ്യണം. ഓക്കെ, അല്ലാതെ ഞാൻ നാളെ മുതൽ പഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ നാളെ ഞാനത് ചെയ്തു തുടങ്ങാം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ പേര് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കമൻസിൽ വരാറുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. സാർ, ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് ഇനി പഠിച്ചാൽ നടക്കുമോ? അല്ലെങ്കിൽ സാർ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാത്രം ഈ ഒരു വീഡിയോസ് കാണുന്നവരുണ്ടാവില്ലേ, അവർ ചോദിക്കാറുണ്ട് ട്രേഡ്സ്മാൻ്റെ എക്സാം വരാൻ സാധ്യതയുണ്ടല്ലേ? മിക്കവാറും അത് നമുക്ക് ഏപ്രിലിൽ തന്നെ പ്രതീക്ഷിക്കാം. എക്സാം കലണ്ടർ വരട്ടെ, നമുക്ക് നോക്കാം. ഏപ്രിലിൽ വരാനാണ് സാധ്യത. ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. സോ ആ ഒരു ഡേറ്റ് മാത്രമേ നമുക്ക് കൺഫേം ആയിട്ട് കിട്ടാത്തേ ഉള്ളൂ. അത് അടുത്ത ദിവസം തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ നാളെ അതിൻ്റെ ഡേറ്റ് പറഞ്ഞുതരാം കേട്ടോ. കാരണം 22-ന് നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ദിവസം സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ ആവാനാണ് മിക്കവാറും ചാൻസ്. ജനുവരി 22 മുതൽ ഫെബ്രുവരി 10 വരെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ തവണ കേട്ട് മടുത്തൊരു ചോദ്യമാണ്, സാർ ഞാൻ ഇപ്പോൾ തുടങ്ങിയാൽ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ, എനിക്ക് ട്രാക്കിലെത്താൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് പഠിച്ച് തീരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു, നിങ്ങൾ എത്രത്തോളം സമയം പഠിക്കുന്നു, ഏത് രീതിയിൽ പഠിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഇതിൻ്റെ ഒരു സീരീസ് തുടങ്ങിയത്. ഒക്ടോബർ മാസം അവസാനത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ട്രേഡ്സ്മാൻ എക്സാം വരുന്നുണ്ട്, പഠിച്ച് തുടങ്ങിക്കോളൂ. വളരെ ചെറിയ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സാം കലണ്ടർ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിലബസ് വന്നിട്ട് പഠിക്കണം തുടങ്ങുകയാണെങ്കിൽ വളരെ കുറച്ച് സമയമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു എക്സാമിന് ഒരു 10,000-ഓ 20,000-ഓ ഉദ്യോഗാർത്ഥികൾ, സാധാരണ കഴിഞ്ഞ സബ് എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ ഒരു 40,000, then ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ 20,000 to 30,000 പേരൊക്കെ എഴുതുന്ന എക്സാമാണ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്രാവശ്യത്തെ ട്രേഡ്സ്മാൻ എക്സാമിന് ഭാഗ്യത്തിന് ഒരു 20,000-ന് അടുത്തുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15,000 to 20,000 ആ ഒരു റേഞ്ചിലാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത്, വളരെ എഫേർട്ട് എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ അവരെക്കാൾ നന്നായിട്ട് അല്ലെങ്കിൽ അവരെക്കാൾ വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, ചുമ്മാ കുറച്ച് വീഡിയോസ് കണ്ടു, കുറച്ച് ക്ലാസ്സസ് കേട്ടു, അല്ലെങ്കിൽ കുറച്ച് PYQ മാത്രം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. സോ നമ്മൾ ഈ ഒരു PYQ സീരീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് മുഴുവൻ സിലബസ് നമ്മൾ ഏകദേശം കവർ ചെയ്തു. ദെൻ ഏത് രീതിയിൽ നോട്ട് എഴുതണമെന്നും ഏത് മെറ്റീരിയൽ റെഫർ ചെയ്യണമെന്നും ദെൻ അതിനുശേഷം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, മുഴുവനായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. യെസ്.
സോ എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഏത് രീതിയിൽ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നവംബർ മാസത്തിൽ തന്നെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മാസത്തോളമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറേയധികം പോർഷൻസ് തീർത്തിട്ടുണ്ടാവും. അവർ ഓൾറെഡി എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഒരു 50% പോർഷൻസൊക്കെ ചിലപ്പം കവർ ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇനി അങ്ങോട്ടേക്ക് ബാക്കിയുള്ളത് കൂടി കവർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇതുവരെ തുടങ്ങാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തുടങ്ങുക, നാളത്തേക്ക് വെക്കുകയല്ല വേണ്ട, ഇപ്പോൾ തുടങ്ങുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പരമാവധി നിങ്ങൾ പഠിക്കുക, ആ ഒരു പ്രിപ്പറേഷൻ ലെവലിലേക്ക് നിങ്ങൾ പോവുക. നാളെ നിങ്ങൾക്കൊരു നഷ്ടബോധം ഉണ്ടാവരുത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ പഠിക്കുക. ആ ഒരു പ്രിപ്പറേഷനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, യെസ്. സോ പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാനലിലെ ഒരു പ്ലേലിസ്റ്റ് എടുത്തു നോക്കാം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു PYQ സീരീസ് ചെയ്തിട്ടുണ്ട്, കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണമെന്നും ദെൻ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമെന്നും ദെൻ മെറ്റീരിയൽസ് ഏതൊക്കെ റെഫർ ചെയ്യണമെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആൾക്കാർ വളരെയധികം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സമയമില്ലെങ്കിൽ കൂടി സമയം കണ്ടെത്തി പഠിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് അവരുടെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ വീഡിയോസ് ഫോളോ ചെയ്യാം. മെറ്റീരിയൽസിൻ്റെ ലിങ്കൊക്കെ ഓരോ വീഡിയോയുടെയും താഴെയുണ്ട്. ഇനി ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് സാർ ടെക്സ്റ്റ് ബുക്ക് എവിടെയെന്ന് ചോദിക്കണ്ട കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് കാണുക, അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഓരോ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ എന്താണ്. വിച്ച് ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ്? ഓക്കെ, യെസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും അറിയോ, ഇതിൽ ഏറ്റവും വാട്ട്സ് കുറഞ്ഞ ലാമ്പ് ഏതാണെന്ന് നോക്കും. സോ ഏറ്റവും വാട്ട്സ് കുറഞ്ഞ ലാമ്പിനാണ് ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഇത് 40 അല്ലേ, ഇത് 100 അല്ലേ, ഇത് 100, 100, 60, ഇത് 60, ഇത് 15 അല്ലേ, 15 അല്ലേ. അപ്പോൾ ഇതൊക്കെ വായിച്ചെടുക്കുമ്പോൾ തെറ്റിപ്പോരുത് കേട്ടോ. 50 എന്ന് പറഞ്ഞിട്ട് 50 എന്ന് വിചാരിക്കരുത്. ഇത് എത്രയാണ്? ഇത് 15. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് 50 ആണെന്ന് വിചാരിച്ചു, ഇത് 40 വിചാരിച്ചിട്ട് കൊണ്ടുപോയി കുത്തരുത്. 15 എത്രയാണ്? അത് 15. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് വളരെ ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സമയം കുറവൊക്കെ ആയ സമയത്താണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ 15 നിങ്ങൾക്ക് 50 തോന്നും. സോ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, വാട്ടേജ് കുറഞ്ഞ ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുക, പ്രൊവൈഡഡ് വോൾട്ടേജ് സെയിം ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ വരണം കേട്ടോ. വോൾട്ടേജ് സെയിം, അത് പിന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും വോൾട്ടേജ് സെയിം ആയിരിക്കും. നമ്മൾ ഇത് മുഴുവൻ അപ്ലൈ ചെയ്യുന്നത്, ഇത് മുഴുവൻ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ഒരു സെയിം വോൾട്ടേജ് അല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പാരലൽ കണക്ഷൻ ആണ്, അവിടെ സെയിം വോൾട്ടേജ് ആണ് വരുന്നത് അല്ലേ. യെസ്, അപ്പോൾ വോൾട്ടേജ് സെയിം തന്നെ ആയിരിക്കും. സോ വാട്ടേജ് കുറഞ്ഞ ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതലെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. യെസ്, നമുക്ക് പവർ എന്താ, പവർ ഈസ് ഈക്വൽ ടു V²/R അല്ലേ, ഇതാണ് നമുക്കറിയാം. സോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ 2 ബൾബ് എടുക്കുകയാണ്. ഒരു 100 വാട്ട് ബൾബും 100 വാട്ട്, ഒരു 50 വാട്ട് ബൾബ് എടുക്കുന്നു വിചാരിച്ചു. ഓക്കെ, ഒരു 50 വാട്ട് ബൾബും ഞാൻ എടുക്കുന്നു വിചാരിച്ചു. ഓക്കെ, യെസ്, ഒരു 50 വാട്ട് ബൾബ്, ഒരു 100 വാട്ട് ബൾബ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സപ്ലൈ കൊടുക്കുന്നത് 240 വോൾട്ടിലാണ്. ഓക്കെ, സിംഗിൾ ഫേസ് സപ്ലൈ ആണെന്ന് വിചാരിച്ചോ, 240 വോൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ലാമ്പിൻ്റെയും, ഇത് രണ്ടും ഇൻകാൻഡസെൻറ്റ് ലാമ്പാണ് കേട്ടോ, ഇത് രണ്ടും ഇൻകാൻഡസെൻറ്റ് ലാമ്പാണെന്ന് വിചാരിച്ചോ. ഈ 2 ലാമ്പിൻ്റെയും റെസിസ്റ്റൻസ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. നമുക്കറിയാം P = V²/R ആണ്, അല്ലെങ്കിൽ R = V²/P അല്ലേ. സോ ഫസ്റ്റ് ഈ ലാമ്പിൻ്റെ 50 വാട്ട് ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്, 240 × 240 ÷ 50 അല്ലേ. യെസ്, അപ്പോൾ 0 കട്ടായി. ഇനി
240-ൽ 5 എത്ര പ്രാവശ്യം പോവും? 48 തവണ പോവും. ഓക്കെ, അപ്പോൾ ഇത്രയും 48 × 24 ഇതിൻ്റെ റെസിസ്റ്റൻസ് കേട്ടോ, ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഇനി ഞാൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി പോവാണ്. 100 വാട്ട് ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. R = V²/P അല്ലേ? യെസ്. വോൾട്ടേജ് എത്രയാണ്? 240 × 240 / 100 അല്ലേ? യെസ്. ഒരു 2 സീറോസ് ഇവിടെ ഇങ്ങനെ കട്ടായി. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 24 × 24 അല്ലേ? 24 × 24. നിങ്ങൾ നോക്കിയേ, ആർക്കാ റെസിസ്റ്റൻസ് കൂടുതൽ? കണ്ടോ, 50 വാട്ട് ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതലായിട്ട് വന്നത് അല്ലേ? 50 വാട്ട് ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ കൂടുതൽ? ഇത് 48 × 24, ഇത് 24 × 24 അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും, റെസിസ്റ്റൻസ് ഓഫ് 100 വാട്ട് ലാമ്പ് ഈസ് ഈക്വൽ ടു അല്ലേ? ഈസ് ഈക്വൽ ടു ഹാഫ് ദി റെസിസ്റ്റൻസ് ഓഫ് 50 വാട്ട്. അപ്പോൾ 50 വാട്ട് ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതലെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, യെസ്, എപ്പോഴും ഈ ലാമ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് വാല്യൂ എപ്പോഴും ഉണ്ടാവുക, കൂടുതലായിട്ട് ഉണ്ടാവുക ഏതിനായിരിക്കും? യെസ്, ഈ ലോ വാട്ടേജ് ഉള്ള ലാമ്പിനാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് എത്രയാണ്? 15 വാട്ട് ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് നോക്കുക. ഇത് ഇങ്ങനെയല്ലാതെ വേറെ രീതിയിലും ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിങ്ങൾ ഒരു 50 വാട്ട് ബൾബും ഒരു 100 വാട്ട് ബൾബും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 230 വോൾട്ട് സപ്ലൈയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, പാരലൽ കണക്ഷൻ അല്ല, സീരീസ് കണക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ബൾബാണ് കൂടുതൽ പ്രകാശത്തോട് കൂടിയിട്ട് പ്രകാശിക്കുക, കൂടുതൽ പ്രകാശത്തോട് കൂടിയിട്ട് കത്തുക? ഓക്കെ, ഏറ്റവും കൂടുതൽ ലൈറ്റ് പുറത്തു വിടുക എന്ന് ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? യെസ്, ഇത് രണ്ടും പാരലൽ ആയിരുന്നെങ്കിൽ, ഓക്കെ, രണ്ടും പാരലൽ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ കണക്ട് ചെയ്യുന്നത് പാരലൽ കണക്ഷൻ അല്ലേ? വീടുകളിലൊക്കെ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സും പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഓരോ എക്യുപ്മെൻറ്റിനും അല്ലേ, ഓരോ വീട്ട് ഉപകരണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് 230 വോൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനൊരു 50 വാട്ട് ബൾബും ഒരു 100 വാട്ട് ബൾബും ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ലാമ്പുകൾക്ക് 230 വോൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വാട്ടേജ് കൂടിയ ലാമ്പ് കൂടുതൽ പ്രകാശത്തോട് കൂടിയിട്ട് കത്തും അല്ലേ? ദെൻ വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഓക്കെ, സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? അവിടെ കറണ്ട് ആണ് സെയിം. ഓക്കെ, അവിടെ കറണ്ട് ആണ് സെയിം, വോൾട്ടേജ് ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഏത് ബൾബിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ഓക്കെ, റെസിസ്റ്റൻസ് കൂടുതൽ ഉള്ള ലാമ്പിനായിരിക്കും ലൈറ്റ് ഔട്ട്പുട്ട് കൂടുതലുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു 230 വോൾട്ട്, ഒരു ഏതെങ്കിലും വോൾട്ട് ഏതെങ്കിലും ആയിക്കോട്ടെ, 230 ആയിക്കോട്ടെ, 415 ആയിക്കോട്ടെ, വാട്ടെവർ, ഓക്കെ, നിങ്ങളൊരു സീരീസ് കണക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ 2 ഡിഫറെൻറ്റ് വാട്ടേജ് ഉള്ള ലാമ്പുകൾ സീരീസ് കണക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ വാട്ടേജ് കുറഞ്ഞ ലാമ്പാണ് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ പ്രകാശിക്കുക എന്ന് മനസ്സിലാക്കുക കേട്ടോ, കൂടുതൽ വെളിച്ചം പുറത്തേക്ക് തരിക എന്ന് മനസ്സിലാക്കുക. അപ്പം ഇവിടെ 50 വാട്ട് ബൾബിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ, സോ 50 വാട്ട് ബൾബായിരിക്കും ഇവിടെ കൂടുതൽ പ്രകാശിക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഡിമ്മായിരിക്കും, ഇത് ഡിമ്മായിട്ടായിരിക്കും കത്തുന്നുണ്ടാവുക. ഓക്കെ, ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ്, ട്വിസ്റ്റിംഗ് ഓർ ഹോൾഡിംഗ് ഓഫ് വയേഴ്സ് ഓർ കേബിൾ ഫോർ ടെർമിനേഷൻ. ഓക്കെ, ഇത് ടൂൾസ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ്. അപ്പം ഇപ്രാവശ്യത്തെ സിലബസിൽ അങ്ങനെ കണ്ടിട്ടില്ല, നമുക്ക് നോക്കാം കേട്ടോ, പുതിയ സിലബസ് വരട്ടെ, നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിലവിൽ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് മൾട്ടി പർപ്പസ് ആണിത്, കട്ടിങ്ങിന്, ട്വിസ്റ്റിങ്ങിന്, ഹോൾഡിംഗ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചത്. ഓക്കെ, ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ, ഇൻസുലേറ്റഡ് സൈഡ് കട്ടിംഗ് പ്ലെയർ, ഇൻസുലേറ്റഡ് റൗണ്ട് നോസ് പ്ലെയർ, ഇൻസുലേറ്റഡ് ഫ്ലാറ്റ് നോസ് പ്ലെയർ. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് പ്ലെയർ ആണെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് പഠിക്കാനുള്ള, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ITIയിലൊക്കെ സിലബസിൽ പഠിക്കാനുള്ള ഒരു മൾട്ടി പർപ്പസ് പ്ലെയർ എന്ന് പറയുന്നത്, കട്ടിംഗ് പ്ലെയർ എന്ന് പറയുന്നത് ഏതാണ്? കോമ്പിനേഷണൽ പ്ലെയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം പ്ലെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഒരൊറ്റ പ്ലെയറേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കട്ടിംഗ് പ്ലെയേഴ്സ് കണ്ടിട്ടില്ലേ, നിങ്ങൾ വീടുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ നമ്മളെപ്പോഴും എന്തിനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? ചിലപ്പോൾ ഇത് വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസുലേഷൻ കളയാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ചിലപ്പം യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ്, കട്ടിങ്ങിന്, ട്വിസ്റ്റിങ്ങിന്, ഹോൾഡിംഗ് ഓഫ് വയേഴ്സ് ഓർ കേബിൾ ഫോർ ടെർമിനേഷൻസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? പൈപ്പ് ഗ്രിപ്പ് ഉണ്ട്, ദെൻ ഗ്രിപ്പിംഗ് സർഫേസ് ഉണ്ട്, ദെൻ സൈഡ് കട്ടറിന് യൂസ് ചെയ്യാം, ഓക്കെ, ജോയിൻറ്റ് കട്ടറിന് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷണൽ സൈഡ് കട്ടിംഗ് പ്ലെയർ ആണ്, മനസ്സിലാക്കുക. എഞ്ചിനീയേഴ്സ് പ്ലെയർ എന്ന് പറയും, കോമ്പിനേഷണൽ പ്ലെയർ എന്ന് പറയും. ദെൻ ഇതിൻ്റെ ഹാൻഡിൽ ഒന്നുകിൽ ഇൻസുലേറ്റഡ് ആവാം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളതാവാം. ഇൻസുലേറ്റഡ് ആകുമ്പോഴുള്ള ഗുണം എന്താ? യെസ്, നമുക്ക് വേണമെങ്കിൽ ലൈവ് വയേഴ്സിലും എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം അല്ലേ? സാധാരണയായിട്ട് പ്ലെയേഴ്സ് ഇങ്ങനെ ലൈവ് വയേഴ്സിൽ റെക്കമെൻഡഡ് അല്ല, പക്ഷേ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് വയേഴ്സിലും നമുക്കത് യൂസ് ചെയ്യാം. സോ
സോ ഇതിൻ്റെ ആൻസർ എന്താ? ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൗണ്ട് നോസ് പ്ലെയറും അതേപോലെ ഫ്ലാറ്റ് നോസ് പ്ലെയറും ഓക്കെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യാം? സിലബസ് വരട്ടെ, സിലബസ് വന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാം കേട്ടോ. ഫ്ലാറ്റ് നോസും ലോങ് നോസും അതേപോലെ സൈഡ് കട്ടിങ്ങും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സിലബസിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് പോവാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡയറക്റ്റ് കറണ്ട് ബൈ. ഒന്നുമില്ല, എ സിനെ ഡി സി ആക്കുന്നത് അതിനെന്താ പറയുന്നത് അല്ലേ? നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുക അല്ലേ? റെക്ടിഫയർ യൂസ് ചെയ്താലാണ് നമ്മൾ എ സി ടു ഡി സി നമ്മൾ ചെയ്യാം. ഇനി ഡി സി ടു എ സി ആണെങ്കിലോ? ഡി സി ടു എ സി ആണെങ്കിൽ അത് ഇൻവേർട്ടറാണ് അല്ലേ? ഇൻവേർട്ടറാണ്. ദെൻ ഡി സി ടു ഡി സി എന്താ? അത് കൺവേർട്ടേഴ്സ് അല്ലേ? നമ്മൾ ചോപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഡി സി ടു ഡി സി ചെയ്യും. ദെൻ എ സി ടു എ സി ആണെങ്കിലോ? എ സി ടു എ സി നമ്മൾ സൈക്ലോ കൺവേർട്ടേഴ്സാണ് യൂസ് ചെയ്യുക. ഓക്കെ, സൈക്ലോ കൺവേർട്ടേഴ്സാണ് യൂസ് ചെയ്യുക. ഇപ്പം ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സൈക്ലോ കൺവേർട്ടേഴ്സാണ് അല്ലേ? സോ ഇത് സാധാരണയായിട്ട് ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ്. റെക്ടിഫയർ എന്നുള്ള പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? സോ അത് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചോദിക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോകാം. ബക്കോൾസ് റിലേ ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ്. വളരെ ഈസിയാണ്. ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 10ഓളം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ബക്കോൾസ് റിലേ എന്ന് തന്നെ നമുക്ക് ഫ്രെയിം ചെയ്യാം. ഒന്ന്, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിലാണ് നമ്മൾ ബക്കോൾസ് റിലേ യൂസ് ചെയ്യുക? ഓക്കെ, ഓയിൽ കൂളിംഗ്, ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമറിൽ മാത്രമേ നമുക്ക് ബക്കോൾസ് റിലേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് ഓർത്ത് വെക്കുക. ദെൻ 500 kVA എബോവിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ബക്കോൾസ് റിലേ യൂസ് ചെയ്യുക. ദെൻ ബക്കോൾസ് റിലേ നമ്മൾ എവിടെ കണക്ട് ചെയ്യാൻ നോക്കാറുണ്ട്? മെയിൻ ടാങ്കിനും കൺസർവേറ്റർ ടാങ്കിനും ഇടയിലാണ് നമ്മൾ ഈ ബക്കോൾസ് റിലേ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുഴുവൻ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇപ്പം KSEBയുടെ സബ് എഞ്ചിനീയറും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും ഓവർസിയറും എക്സാമുകളിലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ ജനറലായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ബക്കോൾസ് റിലേ യൂസ് ചെയ്യുക? യെസ്, ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് മാത്രം യൂസ് ചെയ്യുന്നതാണ് ബക്കോൾസ് റിലേ. ഓക്കെ, ബക്കോൾസ് റിലേ. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിൽ നമ്മൾ കോറുണ്ട്, കോപ്പർ ഉണ്ട്, ഇൻസുലേഷൻ ഉണ്ട് അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഇൻസുലേഷൻ്റെ എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ ദെൻ എന്തെങ്കിലും കോറിലോ കോപ്പറിലോ എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ വ്യതിയാനം വരികയോ ചിലപ്പോൾ ഹീറ്റിംഗ് വരികയും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് ഈ ഓയിലിൻ്റെ അകത്ത് ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, ഓയിലിൻ്റെ അകത്ത് ബബിൾസ് ഫോം ചെയ്യും. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ഫോൾട്ട് ഏതാണ് അനുസരിച്ച് ഫോൾട്ടിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് നമുക്ക് ബക്കോൾസ് റിലേയിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് നോട്ട്സ് വെക്കാം. ബക്കോൾസ് റിലേ ഈസ് എ ഗ്യാസ് ഓപ്പറേറ്റഡ് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ് ആക്ച്വേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വിച്ച് കണക്റ്റഡ് ബിറ്റ്വീൻ ദി ട്രാൻസ്ഫോമർ ഓയിൽ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ ടാങ്ക് കേട്ടോ. ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ടാങ്കും കൺസർവേറ്റർ ടാങ്കിനും ഇടയിലാണ് കണക്ട് ചെയ്യുക. If a fault is present inside a transformer, it may be indicated by the presence of bubbles. Okay, fault ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലിനകത്ത് ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യും. Presence of gas could be viewed from glass in window off by the ബക്കോൾസ് റിലേ. നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു വിൻഡോ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ബക്കോൾസ് റിലേയുടെ ആ ഒരു ബോക്സിൻ്റെ പുറത്തൊരു വിൻഡോ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ഗ്യാസ് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഫോൾട്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫോൾട്ടാണെന്നൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. അതൊന്നും അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ദി റിലേ കംപ്രൈസസ് ഓഫ് കാസ്റ്റ് അയൺ ചേംബർ വിച്ച് ഹാവ് 2 ഫ്ലോട്ട്. ഓക്കെ, 2 ഫ്ലോട്ട് ഉണ്ട് ഈ റിലേൻ്റെ അകത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടോപ്പ് ഫ്ലോട്ടും അതേപോലെ ഒരു ബോട്ടം ഫ്ലോട്ടും കേട്ടോ. ഒരു ഫ്ലോട്ട് മുകളിലും ഒരു ഫ്ലോട്ട് താഴെ ഉണ്ടാവും. Then top float assembly operate during initial stages of gas or air bubble formation due to minor fault in the transformer. ഈ ടോപ്പ് ഫ്ലോട്ട് എപ്പോഴാണ് വർക്ക് ചെയ്യുക? ചെറിയ ഫോൾട്ടുകളാണെങ്കിൽ, മൈനർ ഫോൾട്ടുകളാണെങ്കിലാണ് ഈ ടോപ്പ് ഫ്ലോട്ട് വർക്ക് ചെയ്യുക. When sufficient gas bubbles formed around the top float, the float operate in pneumatic pressure principle to close an electric circuit through mercury switch which causes the siren alarm. Okay, siren or alarm bell to operate to caution the operator. സോ ഒരു മൈനർ ഫ്ലോട്ടിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഈ എയർ ബബിൾസ് ഫോം ചെയ്യും.
അത് നമ്മുടെ ടോപ്പ് ഫ്ലോട്ടിന് ചുറ്റുമായിട്ട് ഫോം ചെയ്യുന്നത് കാരണം ഒരു ന്യൂമാറ്റിക് പ്രഷർ അവിടെ ബിൽഡപ്പ് ചെയ്യും, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അവിടെ ക്ലോസ് ചെയ്യപ്പെടുകയും ഓക്കെ ഒരു സൈറൺ, ഒരു അലാം മുഴങ്ങുകയും ചെയ്യും. ഒരു മൈനർ ഫോൾട്ട് ആണെങ്കിൽ അവിടെ ഒരു സൈറൺ അടിക്കുകയും നമ്മുടെ ഓപ്പറേറ്റർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ദെൻ ഓൺ ഹിയറിംഗ് ദി അലാം സൗണ്ട് ദി ഓപ്പറേറ്റർ ടേക്ക് നെസസറി പ്രിവെൻറ്റീവ് സ്റ്റെപ്പ് ടു സേഫ് ഗാർഡ് ദി ട്രാൻസ്ഫോമർ. ഇഫ് എനി മേജർ ഫോൾട്ട് ഒക്കർ ലൈക്ക് എർത്ത് ഫോൾട്ടോ എർത്ത് ഫോൾട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ then production of gas bubble are more severe and hence the bottom float activate the mercury switch and closes the relay contact. Okay, so ഒരു മേജർ ഫോൾട്ട് വരികയാണെങ്കിൽ താഴത്തെ ഫ്ലോട്ട് എന്ത് സംഭവിക്കും? യെസ്, അത് ഓപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് മെർക്കുറി സ്വിച്ച് റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യുകയും അങ്ങനെ സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആവും കേട്ടോ. Closing of the bottom relay contact trips the transformer circuit breaker and opens the transformer from main line to protect the transformer from further damage. പിന്നെ ചെറിയൊരു ഫിഗർ കാണിച്ചു തരാം. നിങ്ങൾ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവും, വലിയ റേറ്റിംഗിലെ ട്രാൻസ്ഫോമറിന് മെയിൻ ടാങ്ക് ഉണ്ടോ, ഇത് താഴോട്ടേക്കാണ് മെയിൻ ടാങ്ക് വരിക. അവിടുന്ന് നമ്മുടെ കൺസർവേറ്റർ ടാങ്കിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ, ഒരു പൈപ്പ് പോകുന്നുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ കൺസർവേറ്റർ ടാങ്ക് കേട്ടോ, ഇതാണ് അതിൻ്റെ കൺസർവേറ്റർ ടാങ്ക്, അതിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ടല്ലേ. സോ ഈ സാധനമാണ് നമ്മുടെ ബക്കോൾസ് റിലേ കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ബക്കോൾസ് റിലേ. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇതാ ഇവിടെ ഒരു ടോപ്പ് ഫ്ലോട്ടും ഉണ്ട്, ഇവിടെ ഒരു ബോട്ടം ഫ്ലോട്ടും ഉണ്ട്. ടോപ്പ് ഫ്ലോട്ടാണ് നമ്മുടെ മൈനർ ഫോൾട്ടുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യുക. ബോട്ടം ഫ്ലോട്ട് എന്ത് ചെയ്യും? മേജർ ഫ്ലോട്ടുകളാണെങ്കിൽ കണ്ടോ, മേജർ ഫോൾട്ടുകളാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇത് ട്രാൻസ്ഫോമർ ടാങ്കിൽ നിന്നുള്ള കണക്ഷനാണ്, ഇത് നമ്മുടെ കൺസർവേറ്റർ ടാങ്കിലേക്കുള്ളത്. സോ മേജർ ഫോൾട്ടുകൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, ഇവിടെ ബബിൾ ഫോർമേഷൻ വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ഈ ഫ്ലോട്ടില്ലേ താഴോട്ടേക്ക് പോവുകയും ദെൻ അതിനനുസരിച്ചിട്ട് നമ്മുടെ മേക്ക് കോണ്ടാക്ട് ഫോർ ഷോർട്ട് സർക്യൂട്ട് ആ ഒരു കോണ്ടാക്റ്റുകൾ വർക്ക് ചെയ്യുകയും എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ഫുൾ നോട്ടുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ആവശ്യമായിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? മെയിൻ ടാങ്കിനും കൺസർവേറ്റർ ടാങ്കിനും ഇടയിലാണ്. ദെൻ ഹൈ റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമേഴ്സിലാണ് യൂസ് ചെയ്യുക. ഓയിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിൽ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയുള്ളൂ. ഇൻറ്റേർണൽ പ്രൊട്ടക്ഷനെ തരികയുള്ളൂ കേട്ടോ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോൾട്ടുകൾക്കൊന്നും ഇത് റെസ്പോണ്ട് ചെയ്യുകയില്ല. അതുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? പവർ സിസ്റ്റം ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? സോ നമുക്ക് എന്താ ഡെഫിനിഷൻ എന്താ? കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു എനർജി റിസോഴ്സ് ആയിരിക്കും. അതിൻ്റെ ടെക്നോളജി വളരെ പഴക്കം ചെന്നതായിരിക്കും, വളരെ പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്ത ടെക്നോളജി ആയിരിക്കും. ദെൻ വലിയ ഒരു ലോഡിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലേതാ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് പറയാം? കോള്, സോളാർ, സ്മോൾ ഹൈഡ്രോ, വിൻഡ്. സോളാർ അല്ല നമുക്കറിയാം അല്ലേ, നമുക്കൊരിക്കലും വലിയ ഒരു ലോഡ് മീറ്റ് ചെയ്യാൻ അതിന് പറ്റില്ല. അതുകൂടാണ്ട് ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ദെൻ വിൻഡും എന്താണ്? ഒരു റിന്യൂവബിൾ ആണ്, പുതിയ ടെക്നോളജിയാണ്, അതുമല്ല. ഇനി സ്മോൾ ഹൈഡ്രോ, കോള്. സ്മോൾ ഹൈഡ്രോ എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ അല്ല കേട്ടോ, നോൺ കൺവെൻഷണൽ ആണ്. അതുകൂടാതെ അതൊരു വലിയ ലോഡിനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇത് ഇവിടെ നമുക്ക് ബെസ്റ്റ് ആൻസർ എന്താ? കോളാണ്. കോൾ അല്ലെങ്കിൽ തെർമൽ കേട്ടോ. ഇവിടെ തെർമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ദെൻ കൺവെൻഷണൽ എന്ന് പറയുന്ന മിക്കവാറും എനർജി റിസോഴ്സസ് എന്തായിരിക്കും? നോൺ റിന്യൂവബിൾ ആണെന്ന് കൂടി മനസ്സിലാക്കുക കേട്ടോ. നോൺ റിന്യൂവബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഭൂമിയിൽ അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് തീർന്നു പോകുന്ന ടൈപ്പ് ഓഫ് എനർജി റിസോഴ്സസിനാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുക. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോള് അല്ലേ, കോള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണോ? സോളാർ എനർജി പോലെയാണോ? അല്ല അല്ലേ. യെസ്, അത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഭൂമിയിലുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെയല്ല, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തീരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ, അനേകം വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രം വീണ്ടും ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് എനർജി റിസോഴ്സ് ആണ് കൺവെൻഷനിൽ നമ്മൾ പറയുന്ന ഈ നോൺ റിന്യൂവബിൾ കേട്ടോ. ഇനി നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പുതുതായിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വന്നത്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊന്നും യൂസ് ചെയ്താതിരുന്നത്, ഈ കുറച്ച് കാലങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട്. അതാണ് നോൺ കൺവെൻഷണലിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി നോൺ കൺവെൻഷനിൽ നമ്മൾ സാധാരണ പറയാം റിന്യൂവബിൾ ആണ് കേട്ടോ. റിന്യൂവബിൾ ഈ പറയുന്ന സോളാറും വിൻഡും
അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുക? യെസ്, നോൺ കൺവെൻഷനിലാണ് യൂസ് ചെയ്യുക. ഓക്കെ ആയില്ലേ? യെസ്. അപ്പം നെക്സ്റ്റ് പോവാം. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് നമ്മുടെ ജലവൈദ്യുത നിലയങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോ കോസ്റ്റ്. കറക്റ്റാണ്. റണ്ണിങ് കോസ്റ്റ് കുറവാണ്. ഓക്കെ, ഹൈഡ്രോൻ്റെ കേസിൽ ഫ്രീ ഫ്രം പൊല്യൂഷൻ, അതും കറക്റ്റാണ്. നമ്മുടെ തെർമൽ, സ്റ്റീം പവർ പ്ലാന്റ്, ബാക്കിയുള്ള പവർ പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം പൊല്യൂഷൻ കുറവാണ്. നോ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, കറക്റ്റാണ്. നമുക്ക് ഇന്ധനം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഹൈഡ്രോൻ്റെ കേസിൽ? ഹൈഡ്രോൻ്റെ കേസിലുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് എന്താ അല്ലേ? വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹൈഡ്രോയും അതേപോലെ തെർമലും ചെയ്തിട്ടുണ്ട്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഇലക്ട്രിക് പവർ മേ ബി ട്രാൻസ്മിറ്റഡ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഇലക്ട്രിക് പവർ മേ ബി ട്രാൻസ്മിറ്റഡ്? ഓവർഹെഡ്, അണ്ടർഗ്രൗണ്ട്, ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം, നൺ ഓഫ് ദി എബോവ്. നമുക്ക് എന്ത് ചെയ്യാം? ഓവർഹെഡിലും അണ്ടർഗ്രൗണ്ട് വഴിയും നമുക്ക് എന്ത് ചെയ്യാം? പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം അല്ലേ? യെസ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് സിസ്റ്റം ആണ് നമുക്ക് എന്ത് ചെയ്യുക? പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത്. ഓവർഹെഡ് സിസ്റ്റം ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് പോവാം. ദി ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റ് ഈസ്. ഓക്കെ, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്? ക്രൂഡ് ഓയിൽ, ഓക്കെ, ലിക്വിഫൈഡ് ഹൈഡ്രജൻ, മെയ്തെയിൻ അല്ല, ഐസോടോപ്പ് ഓഫ് യുറേനിയം. യുറേനിയത്തിൻ്റെ ഐസോടോപ്പുകളാണ്. ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് എന്താ? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള മൂലകങ്ങളുടെ നമ്മൾ പറയുന്ന പേരാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്താ? നമ്മൾ യുറേനിയത്തിൻ്റെ വിവിധ ഐസോടോപ്പുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ യുറേനിയം 235 ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, തോറിയം, യുറേനിയം അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ആണ്. ആവശ്യമാണെങ്കിൽ എഴുതിയെടുക്കുക. ദെൻ അതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്ന മോഡറേറ്റർ, ഗ്രാഫൈറ്റ് എന്താണ്? മോഡറേറ്റർ ആണ്. ദെൻ കൺട്രോൾ റോഡ് എന്താണ്? ബോറോണും കാഡ്മിയും ഒക്കെ എന്താണ്? കൺട്രോൾ റോഡാണ്. ദെൻ മോഡറേറ്റർ ആയിട്ട് നമ്മൾ സാധാരണ ഓർഡിനറി വാട്ടർ യൂസ് ചെയ്യും, ഹെവി വാട്ടർ യൂസ് ചെയ്യും. ഹെവി വാട്ടറും ഓപ്ഷൻസിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി പിക്ക് ചെയ്യുക. ഗ്രാഫൈറ്റ് അതൊക്കെ എന്താണ്? യെസ്, അതൊക്കെ നമ്മുടെ മോഡറേറ്ററാണ്. മോഡറേറ്ററിൻ്റെ പ്രത്യേകത എന്താ? മോഡറേറ്റർ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ, ഓക്കെ, നമുക്ക് ഈ പറയുന്ന ന്യൂട്രോണുകളുടെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാനാണ് നമ്മൾ സാധാരണയായിട്ട് മോഡറേറ്റർ യൂസ് ചെയ്യുക. കൺട്രോൾ റോഡ് എന്താ യൂസ് ചെയ്യുക? കൺട്രോൾ റോഡ് നമ്മുടെ ഫിഷൻ്റെ റേറ്റ് കുറക്കുക ചെയ്യുക. ഓക്കെ, ഈ പറയുന്ന ന്യൂട്രോൺസിനെ വിഴുങ്ങും. അപ്പോൾ ഫിഷൻ്റെ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അത് കൺട്രോൾ റോഡാണ് കേട്ടോ. ഇതിൻ്റെ ഫിഷൻ്റെ ആ ഒരു സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ റോഡ്. ഓക്കെ, ബോറോണും കാഡ്മിയും ഒക്കെ എന്താണ്? കൺട്രോൾ റോഡാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ബേസിക് 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്? ഓക്കെ, ബേസിക് ആയിട്ടുള്ള 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടൻസ്. അത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത് എന്താ അറിയോ? അത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ആണ് കേട്ടോ. നമ്മുടെ ഓംസ് ലോയിലെ ക്വാണ്ടിറ്റീസ് ആണ് ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് കേട്ടോ. ഓർത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഡൗട്ട് വന്നേക്കാം. അപ്പോൾ കറക്റ്റ് ആൻസർ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. പുതിയൊരു ഇൻഫർമേഷൻ ആണോ? യെസ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദി സർക്യൂട്ട് ഈസ്. ഓക്കെ, വാല്യൂ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദി. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഐഡിയ തരുന്നതോ ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്നില്ല കേട്ടോ. കാരണം ഇത് ഫ്രെയിം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വെച്ചിട്ടായിരിക്കും. നിമി ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും, അതിൻ്റെ ആൻസർ മാത്രം ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ എന്താ, വായിച്ചു നോക്കുന്ന സമയത്ത് അതിനൊരു മീനിങ് കിട്ടണം നിർബന്ധമില്ല കേട്ടോ. വാല്യൂ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദി സർക്യൂട്ടീസ്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ വാല്യൂ ഏകദേശം ഏത് രീതിയിലാണ്, അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. 0, വെരി ലോ, നോർമൽ, ഇൻഫിനിറ്റ്. എന്താ ഷോർട്ട് സർക്യൂട്ട് കേസ് എന്താ വരുന്നത്? നമുക്കൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വോൾട്ടേജ് സോഴ്സ് ഞാൻ ഇവിടെ കൊടുത്തു വിചാരിച്ചേ. ഒരു DC സർക്യൂട്ടാണെന്ന് വിചാരിച്ചോ. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതൊരു ലോഡാണ് RL, ഇതാണ് എൻ്റെ ലോഡ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്തുണ്ട്, ഒരു സിമ്പിൾ പാത്തുണ്ട്. ഇനി സപ്പോസ് ഇതാണ് എൻ്റെ ഇൻറ്റൻറ്റഡ് ഫ്ലോ എന്ന് പറയുന്നതാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പാത്ത് ഇതാണ് അല്ലേ.
സപ്ലൈയിൽ നിന്ന് ഒരു 10 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു 5 ഓം ഉണ്ടെങ്കിൽ എനിക്ക് ഇതുവഴിയാണ് എൻ്റെ സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യേണ്ടത് 2 ആംപിയർ. ഓക്കെ, ദി ഇൻറ്റൻഡഡ് പാത്ത് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് പറയുന്നത് എന്താ, അത് ഈ രീതിയിലാണ്. പക്ഷേ സപ്പോസ് ഈ ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് വിചാരിച്ചോ. ഈ ഷോർട്ട് സർക്യൂട്ട് എന്താ, യെസ്, അവിടെ ഒരു നിയർലി 0 ഇംപിഡൻസ് പാത്ത്, ഓക്കെ, 0 റെസിസ്റ്റൻസ് പാത്ത് എനിക്കിവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, കറണ്ട് ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ച വഴിയിൽ കൂടി പോകില്ല അല്ലേ. യെസ്, കറണ്ട് എപ്പോഴും ചെയ്യുന്നത് എന്താ, അതിന് റെസിസ്റ്റൻസ് ഓപ്പോസിഷൻ കുറഞ്ഞ പാത്തിൽ കൂടി ഫ്ലോ ചെയ്യാനാണ് എപ്പോഴും കറണ്ട് ട്രൈ ചെയ്യുക. സോ അതിനാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുക. ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആയിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് വരുന്ന സമയത്ത് യെസ്, കറണ്ട് എന്ത് ചെയ്യും, ഈ ഇൻറ്റൻഡഡ് പാത്തിൽ കൂടി പോവില്ല. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിൽ ഈ പറയുന്ന ഇംപിഡൻസ് വാല്യൂ വളരെ കുറവായതുകൊണ്ട്, ഐഡിയലി 0 ആയതുകൊണ്ട് കറണ്ട് എന്തായിരിക്കും, കറണ്ട് ഈസ് ഈക്വൽ ടു V/R അല്ലേ. R വാല്യൂ 0, സോ V/0, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റിയാണ് ആൻസർ ആയിട്ട് വരിക. സോ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എപ്പോഴും എന്താണ്, യെസ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസർ എന്താ, ഇൻഫൈനൈറ്റ്, അല്ലെങ്കിൽ വെരി ഹൈ എന്നൊക്കെ ആൻസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വെരി ഹൈ ചൂസ് ചെയ്യാം കേട്ടോ. ഐഡിയലി അത് ഇൻഫൈനൈറ്റ് ആണ്. രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. യെസ്, ഓക്കെ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു 10ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം ഈ ഒരു സിലബസ് കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഏതൊക്കെ പോർഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, യെസ്, സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ ചോദിക്കുന്നത് അല്ലേ, ആ രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, യെസ്, ഒരു കൃത്യമായിട്ട് വായിച്ച് നോക്കുക. സിലബസ് കംപ്ലീറ്റ് ആയവരാണെങ്കിൽ എന്ത് ചെയ്യുക, യെസ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ബാങ്ക്, നിമിയുടെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ, അത് പതുക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സിലബസ് കംപ്ലീറ്റ് ആയവർ മാത്രമേ ചെയ്യണ്ടോ കേട്ടോ. സിലബസ് കംപ്ലീറ്റ് ആവാത്തവർ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ ചെയ്തു തുടങ്ങുക, പതുക്കെ ചെയ്തു തുടങ്ങുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. JB ഗുപ്തയുടെ ഒക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സോൾവ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ദെൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ PDF ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം സേവ് ചെയ്യാനൊക്കെ കിട്ടും. വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ അത് കാണാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പതുക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുക. കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ബാക്കിയുള്ള ചോദ്യങ്ങളും പുറത്തുനിന്ന് വരുന്നു. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ. ഒരു 80% കാര്യങ്ങളും നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിക്കാൻ സാധ്യത ഇലക്ട്രീഷ്യൻ ടൈപ്പ് ഓഫ് സിലബസ് വരുന്ന സമയത്ത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, എന്തായാലും പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കണം. കാരണം മറ്റ് ഉദ്യോഗാർത്ഥികളും കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ കുറച്ചൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ വളരെ നല്ലതാണ്. അതിനാണ് ഞാൻ പറയുന്നത് JB ഗുപ്തയോ അല്ലെങ്കിൽ വേറെ YCTയുടെയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യണം. ഇത് മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിമി ടെക്സ്റ്റ് ബുക്ക് തറാക്കുക, അരിച്ചു പെറുക്കി പഠിക്കുക. അതിനുശേഷം നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ മുഴുവനായിട്ട് ചെയ്യുക. എന്നിട്ട് JB ഗുപ്തയുടെയോ അല്ലെങ്കിൽ YCTയുടെയോ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇതൊന്നും പഠിക്കാതെ, നിമി ഒന്നും പഠിക്കാതെ നേരെ പോയിട്ട് അത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിമിയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾ മാസ്റ്റർ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒരു JB ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈനിൽ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ഒക്കെ കിട്ടും, സോഫ്റ്റ് കോപ്പിയൊക്കെ കിട്ടും. അത് പോയിട്ട് ചെയ്ത് നോക്കുക. വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ കാണാറുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസും പറയാറുണ്ട്. സോ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റഡി ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യുക, ഈ രീതിയിൽ മെറ്റീരിയൽസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്, എന്തൊക്കെ കീവേഡ്സ് യൂസ് ചെയ്യണം സെർച്ച് ചെയ്യാമെന്ന് വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാതെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം മറ്റൊരു കണ്ടൻറ്റുമായിട്ട്. സോ താങ്ക് യു.